എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 2026 ജൂൺ 2-നുള്ള വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. മിഥുനൻ രാശിയിൽ നിന്നും വ്യാഴം കർക്കിടകൻ രാശിയിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത്. കർക്കിടകൻ രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഗ്രഹചാരം മൂലം മീനൻ രാശിക്കാർക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിൽ വരുന്നത്. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏഴരാണ്ട് ശനിയിൽ ജന്മശനി കാലമാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോഗ്യപരമായിട്ട്, സാമ്പത്തികമായിട്ട്, തൊഴിൽപരമായിട്ട്, ദാമ്പത്യപരമായിട്ട് ഒക്കെ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മീനൻ രാശിക്കാരെ സംബന്ധിച്ച് 5-ലേക്കാണ് വ്യാഴം ഗ്രഹചാരം നടത്തുന്നത് എന്ന് മാത്രമല്ല, കർക്കിടകൻ രാശിയിൽ 5-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മത്തിലേക്ക് പതിയുകയും ചെയ്യുന്നുണ്ട്. അതായത് ശനിയിലേക്ക് പതിയുകയും ചെയ്യുന്നത് കൊണ്ട് ഇവർ ഇത്ര കാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന വളരെയധികം പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു മോചനം, ഒരു സമാധാനം, സന്തോഷം ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവ് ആയിരിക്കും. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനം, സമ്പത്ത്, ഇതിൻ്റെയൊക്കെ കാരകത്വമുണ്ട്. അപ്പോൾ സന്താന സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു സമയമാണ്. സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും, അല്ലെങ്കിൽ സന്താനങ്ങളുടെ വിവാഹം നടക്കും, സന്താനങ്ങൾക്ക് നല്ല തൊഴിൽ ലഭിക്കും, സന്താനങ്ങൾക്ക് വിദേശ പഠനത്തിനോ വിദേശ തൊഴിലിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ പലതരത്തിലും വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർ ബിസിനസ് ഏതാണ്ട് അവസാനിച്ചു എന്ന രീതിയിൽ അവർക്ക് ഒട്ടും തന്നെ ആത്മവിശ്വാസമില്ലാതിരുന്ന ഈ കാലയളവിൽ വ്യാഴത്തിൻ്റെ മാറ്റം തീർച്ചയായിട്ടും അവരുടെ ബിസിനസ് ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയധികം അവഗണനകളൊക്കെ സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മാധിപനും 10-ാം ഭാവാധിപനുമാണ് വ്യാഴം. അപ്പോൾ ജന്മാധിപനായ വ്യാഴം 5-ൽ വരുമ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഇവർ നേരിട്ടുകൊണ്ടിരുന്നത് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനവും അംഗീകാരവും പ്രശസ്തിയും വന്നു ചേരുന്നതാണ്. 10-ാം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട് കർമ്മരംഗത്ത് ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരുന്നത്, അത് ബിസിനസ് രംഗത്തുള്ളവരുണ്ട്, കലാകാരന്മാരുണ്ട്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും വളരെയധികം പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനം മീനൻ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. മീനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.